അസ്സലാമു അലൈക്കും ഡിയേഴ്സ്. നിങ്ങൾക്ക് റാഹത്തായിട്ട് ഒരു ഹലാലായിട്ടുള്ള ഒരു സമ്പാദ്യം നേടണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ, നല്ലൊരു ജോലി ലഭിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇതുപോലെ തന്നെ നല്ല തക്കവയിൽ ചെയ്യുക. ഫസ്റ്റ് തന്നെ 5 വക്കത്ത് നിസ്കാരത്തിന് ശേഷം. അപ്പോൾ 5 വക്കത്ത് നിസ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ജോലി കിട്ടാനാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ചെയ്യണമല്ലേ. ബിക്കോസ് ഒരു സെപ്പറേഷൻ ബിറ്റ്വീൻ ഒരു മുസ്ലിമും ഒരു കാഫറും നമ്മളുടെ സെപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരമാണല്ലേ. അപ്പോൾ ആ 5 വക്കത്ത് നിസ്കാരത്തിന് ശേഷവും ഹസ്ബുൻ അല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് 115 തവണ 7 ഡേയ്സ് ചൊല്ലുക. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്ത ദുആണ്, ഹസ്ബുൻ അല്ലാഹു വനിഅമൽ വക്കീൽ. അതിനുശേഷം നിങ്ങൾക്കറിയാവുന്ന ഏത് സ്വലാത്തും, ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള സ്വലാത്തെങ്കിലും 21 തവണ നിങ്ങൾ ചൊല്ലുക ഹസ്ബുൻ അള്ളാഹ്ക്ക് ശേഷം. അതിനുശേഷം നിങ്ങൾ ഇങ്ങനെ 7 ദിവസം ചെയ്തതിന് ശേഷം നിങ്ങൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് പിടിക്കുക. ആ നോമ്പിൻ്റെ നിങ്ങളുടെ മനസ്സിൽ സുന്നത്ത് വെക്കണം, എനിക്ക് നല്ലൊരു ഹലാലായിട്ടുള്ള ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നോമ്പ് പിടിക്കുന്നു എന്ന് നീയത്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ നോമ്പ് തുറന്നതിന് ശേഷം ഈ നോമ്പ് തിങ്കളും വ്യാഴം നോമ്പ് പിടിച്ചതിന് ശേഷം അത് നോമ്പ് തുറക്കുമ്പോൾ നിങ്ങൾ യാ വഹാബ് യാ അള്ളാഹ് എന്ന അള്ളാഹിൻ്റെ ഇസ്മ 1111 തവണ ചൊല്ലുക. ഓരോ ദിവസവും അതിനുശേഷം 21 തവണ സ്വലാത്ത് ചൊല്ലുക. ഇതിനൊക്കെ ശേഷം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങൾ ജോലി ലഭിക്കുന്നത് വരെ ഈ 7 ദിവസവും നോമ്പൊക്കെ കഴിഞ്ഞ ശേഷം നിങ്ങൾ ജോലി ലഭിക്കുന്നത് വരെ സൂറത്ത് ആല ഇമ്രാനിലെ 73, 74 ആയത്ത് ഓതുക. അതിൽ നിങ്ങൾ മീനിങ് നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യോജിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഹൈറായിട്ടുള്ളതെന്ന് അള്ളാഹ്ക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഹൈറായിട്ടുള്ളൊരു ജോലി ലഭിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടതാവണമെന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ഹൈർ ഏതാണോ അത് അള്ളാഹ് തരും. പിന്നെ ഇത് പേഴ്സണലി ഒരുപാട് പേര് ചെയ്ത് വിജയിച്ചൊരു കാര്യമാണ്. സോ നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കും.